വരവ് സിനിമയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? വരവ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടു. എൻ്റെ പൊന്നു മക്കളെ, ഷാജി കൈലാസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സിനിമ കാണാൻ പോയിട്ട് അയ്യോ ഇതിൻ്റെ അകത്ത് കോമഡിയില്ലേ, അയ്യോ ഇതിൻ്റെ അകത്ത് പാട്ടില്ലേ എന്നൊന്നും പറയണ്ട. ഷാജി കൈലാസിൻ്റെ സിനിമയിൽ അത്യാവശ്യം പാട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം ആറാം തമ്പുരാനൊക്കെ നമ്മൾ കണ്ടതല്ലേ, അത്യാവശ്യം പാട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തും ഒരു നല്ല കിടിലൻ 2 പാട്ടൊക്കെ ഉണ്ട്. ഏതായാലും വരവ് എന്ന് പറയുന്ന സിനിമ എനിക്കറിയാം. ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു നടൻ എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്ക് മടുപ്പ് വരില്ല. കാരണം ഈ ജോജുവിൻ്റെ ഒരേ ടൈപ്പ് അഭിനയമായിരിക്കും, അതുപോലെ തന്നെ ഒരേ മുഖഭാവമായിരിക്കും, ഒരേ കാര്യങ്ങളായിരിക്കും. ജോസഫ് വരും അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറിഞ്ചു വരും, ഇവരൊക്കെ വരുമെങ്കിലും ഈ ജോജുവിനാ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതങ്ങനെയാണ്. കാരണം വേറെ ഒന്നുമല്ല, അയാൾ കഠിനാധ്വാനം ചെയ്തിട്ട് ഇവിടെ എത്തിയൊരു വ്യക്തിയാണ്. ആ കഠിനാധ്വാനം ആ ഒരു മുഖത്ത് കാണാനുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉള്ള കാര്യം പറയാമല്ലോ, ജോജുവിൻ്റെ പൊളിപ്പടായാലും ഞാൻ പോയിട്ട് കാണും. ഈ പടത്തിൽ വലിയൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കഥയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് പഴയ കുറേ മുഖങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാണി വിശ്വനാഥുണ്ട്, അതുപോലെ ബാബുരാജുണ്ട്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയണ്ടേ ഇപ്പോഴത്തെ ജോജുവിൻ്റെ ഒരു കൂട്ടുകാരൻ ബോബി കുര്യൻ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് ഭരത് ഗോപിന്റെ ഇടയ്ക്കിടയ്ക്ക് ഗോപിയാശാൻ കയറി വരുന്ന ഗോപിയാശാൻ, അതായത് ഭരത് ഗോപിന്റെ മോനുണ്ടല്ലോ മുരളി ഗോപി, ഇടയ്ക്കിടയ്ക്ക് ഭരത് ഗോപി കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ വിജയരാഘവൻ കയറി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും കൊള്ളാം, അടിപൊളിയാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഥയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതുപോലെ അർജുൻ അശോകൻ ഉണ്ട്. പിന്നെ അതിന്റെ സീനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. അതായത് ഇടുക്കി പശ്ചാത്തലമാക്കിയിട്ട് ഇടുക്കി മറയൂര് ആ ഭാഗത്താണ് ഷൂട്ടിംഗ് എന്ന് തോന്നുന്നത്. കാരണം അതുപോലെയുള്ള ഏലക്കാടുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൻഡൽ അടിയാ മക്കളെ. അതായത് കുറേ നാളെ ഈ മാർക്കോ കഴിഞ്ഞതിന് ഇപ്പം ഇങ്ങനെ ഒരു അടി കണ്ടില്ല. അഭിമന്യു തിലകനുണ്ട് കേട്ടാ. അതായത് മാർക്കോ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കിടിലനൊരു അടി കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറ്റം വേണമെങ്കിൽ ഇഷ്ടം പോലെ പറയാം. അതായത് കണ്ടുമടുത്ത കഥയാണ്, അല്ലെങ്കിൽ വല്യേട്ടൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പിന്നെ അവരോട് ഇഷ്ടമില്ലാതുകൊണ്ട് പറയാം. പക്ഷേ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ പഴയ ഷാജി കൈലാസിന്റെ ആ ഒരു എഫക്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇടക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസിന് വേറെ എന്തോ സംഭവിച്ച് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു, വേറെ ഏതെല്ലോ സിനിമകൾ എടുത്ത് പരാജയപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഷാജി കൈലാസിന്റെ ഒരു തിരിച്ചു വരവാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഷാജി കൈലാസ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകനിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മളെല്ലാവരും പണ്ട് ചെറുപ്പത്തിൽ 93 കമ്മീഷണർ ഇറങ്ങി, അതിനു മുന്നേ എന്ന് പറഞ്ഞ തലസ്ഥാനം ഇറങ്ങി. ആ സമയം മുതൽ എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസിന്റെ സിനിമക്ക് വേണ്ടി കാത്തിരുന്ന സമയങ്ങളുണ്ട്. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും, അതായത് ബാബ കല്യാണി പോലെയുള്ള, ആറാം തമ്പുരാൻ പോലെയുള്ള അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ കാത്തിരുന്ന ഓരോരോ സിനിമയുണ്ട്. അതൊക്കെ ഷാജി കൈലാസ് എന്ന് പറയുന്ന നടന്റെ സംവിധായകന്റെ സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പടം ഷാജി കൈലാസ് എന്ന് പറയുന്ന ഒരു സംവിധായകനെ നമുക്ക് തിരിച്ചു കൊണ്ടു തന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും നിങ്ങളോട് ഞാൻ പറയാം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൊട്ടിന് തേങ്ങിയിരുന്നോലും ഇത് പറയാം. വലിയൊരു സംഭവമാണോ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. അതായത് വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല. ഇടിയും പിടിയും പുകയും എല്ലാം ഉണ്ടായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇടിയും പിടിയും പുകയില്ലാതെ സിനിമ ഉണ്ടാവില്ലല്ലോ. ഷാജി കൈലാസിന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ ജോജുവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇത് തന്നെയാണ്. എല്ലാ സിനിമയിലും ജോജു ഒരേപോലെ ആണെങ്കിലും പേര് മാത്രമേ മാറുള്ളൂ. ബാക്കി എല്ലാം ഒരുപോലെയാണ്. കുരിശ് വരെ ഒരേപോലെയാണ്. എല്ലാ കാര്യങ്ങളും ഒരു കുരിശുണ്ടാവും, അതുപോലെ തന്നെ പൂച്ചക്കണ്ണുണ്ടാവും, ചിലപ്പോൾ നല്ല കണ്ണുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ക്രൂര കണ്ണുണ്ടാവും, കുറച്ച് രക്തക്കണ്ണുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. ജോജുവിൻ്റെ അങ്ങനെ കണ്ണുകളാണ്. ജോജുവിൻ്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കണ്ണുകളാണെന്നാണ് ഞാൻ പറയുന്നത്. അയാളുടെ കണ്ണും അയാളുടെ ആ ഒരു മുണ്ടെടുത്ത ഒരു സ്റ്റൈലും ഉണ്ട്. ഇതാണ് ജോജുവിൻ്റെ ഏറ്റവും നല്ലൊരു അഭിനയം എന്ന് പറയുന്നത്. പിന്നെ വാണി വിശ്വനാഥ്, അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ദി കിങ് മുതൽ വാണി വിശ്വനാഥിന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചാ പൊട്ടാത്ത ഡയലോഗുകൾ കൊടുത്തത് നമ്മുടെ ഷാജി കൈലാസ് അണ്ണൻ തന്നെയാണ്, വേറെ ആരുമല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ നോക്കി, ഈ സിനിമയിലുണ്ട്. അതായത് തിരിച്ചു വന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറോട് പറയുന്നുണ്ട്, അരി മാത്രമല്ല ആന്ധ്രയിൽ നിന്നും വരുന്നത്, നല്ല അടിയും പെരുവിടാ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു എങ്ങലുണ്ട്. ആ ഡയലോഗ് പറയാളാ പറയുന്നത്. പിന്നെ ഞാൻ ആന്ധ്രയിൽ നിന്ന് വരുന്നയാടി, ആന്ധ്രയിൽ നിന്ന് മറ്റേ ഈടുന്ന് വരുന്നയാന്നല്ലേ പറഞ്ഞിട്ട് ഡയലോഗും കാര്യങ്ങളൊക്കെ വാണി വിശ്വനാഥിന് കൊടുത്തിട്ടുണ്ട്. അതായത് വാണി വിശ്വനാഥിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാബുരാജ് കുറേ നാളിന് ശേഷം
ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊക്കെ ബാബുരാജ് ഒരു കോമഡി സീനിലേക്ക് മാറിയിരുന്നു മൊത്തത്തിൽ. അപ്പൊ അതിന് ശേഷമൊക്കെ ആയിട്ട് ഇപ്പോഴും ഒരു കിൻഡൽ അടി, ഒരു അടികാരം വന്നു ബാബുരാജ്, അത് സൂപ്പർ ആക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ബോബി കുര്യനെ പറ്റിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ബോബി കുര്യൻ എന്ന് പറയുന്ന നടൻ ഇപ്പോഴും എല്ലാ സിനിമകളിലും ഉണ്ട്. അയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെ നടക്കുന്ന ഒരാളായിട്ട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അതായത് ബോബി കുര്യൻ നമുക്ക് ഒരുപാട് നാളുകളായിട്ട് പരിചയമുണ്ട് എന്നുള്ളതാണ്. അതിൽ നമുക്ക് നമ്മുടെ പണി എന്ന് പറയുന്ന സിനിമയിലൂടെ ജോജു അണ്ണൻ കൊടുത്ത ഒരു എഫക്റ്റ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ അയാൾ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ നമ്മുടെ എ കെ സന്തോഷ് ടീമിലെ എ സാജന്റെ തിരക്കഥയാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പൊ സാജൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ പറയേണ്ടത്, മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനിമ സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, സാത്താനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായത് സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത അദ്ദേഹമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ഷൻ പടവും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയിട്ടുണ്ട്. ആ രണ്ടുപേരും ചേർന്ന് എഴുതുമ്പോഴും നല്ല അടിപൊളിയൊക്കെ ഇടയിലും പടങ്ങളാണ്. പിന്നെ രണ്ടുപേരും പിരിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പൊ സച്ചി സേതു എന്ന് പറയുന്ന രണ്ട് എഴുത്തുകാരുണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ പിരിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിന്റെ അടുക്കുന്ന കുറച്ച് കിട്ടിയെന്നല്ലാതെ സേതുവിന്റെ അടുക്കുന്ന വലിയ കഥകളൊന്നും കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഏതായാലും ഷാജി കൈലാസ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകന്റെ ഒരു തിരിച്ചുവരവും പിന്നെ ഇടുക്കി പശ്ചാത്തലമായതുകൊണ്ട് തന്നെ നമുക്ക് കാണാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസിനോട് എനിക്ക് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജിന് ഇതിൻ്റെ അകത്ത് ഇടാതുകൊണ്ടാണ്. അതായത് ഒരു ഭഗ്യാന്ന് അങ്ങേരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൃഥ്വിരാജിനെ കൊണ്ട് ഇട്ടേനെ. പൃഥ്വിരാജിനെ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ കരച്ചിൽ വരുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതായത് ഇദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമ ഉണ്ട് പൃഥ്വിരാജിന്റെ. അപ്പൊ അതുപോലെ ഇങ്ങനെ ആയിപ്പോന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇത് ജോജു ആയതുകൊണ്ട് നമുക്ക് മടുപ്പില്ലാതെ കണ്ടിരിക്കാം. ജോജുവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അതാണ് ജോജുവിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ജോജുവിന്റെ പൊറിഞ്ചോ മറിയം എടുത്താലും ആന്റണി എടുത്തു കഴിഞ്ഞാലും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമകളൊക്കെ നമുക്ക് ജോജു ആയതുകൊണ്ടാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ജോജുവിന് ഇഷ്ടപ്പെടാതെ ആളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ജോജുവിന് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആളൊന്നുമില്ല. ജോജുവിന് എല്ലാവർക്കും വളരെ ഇഷ്ടം തന്നെയാണ് ജോജുവിന്റെ അഭിനയവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് പിന്നെ നമ്മുടെ ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. എന്താ പറയുക, ഒരു വലിയ ഒരു സംഭവമല്ല, ഒരു വലിയ കഥയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. പക്ഷേ എല്ലാ ഒരു മേക്കിംഗ് ആ ഇതുകൊണ്ട്, അതായത് അതിൻ്റെ അടിയും പിന്നെ അതിൻ്റെ എഫക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സീനറിയും ഷൂട്ടും പിന്നെ ഈ ക്യാമറയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ പോലീസ് സ്റ്റേഷനും കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യ ഉണ്ട്. എന്നാൽ അതിൻ്റെ അകത്ത് ഏതോ ഒന്നിനും ഉപ്പില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്, അത്രയേ ഉള്ളൂ. മൊത്തത്തിൽ ഇതൊരു പൊളിപ്പടാണ് അല്ലെങ്കിൽ മോശം പടാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അത്ര വലിയ ബോറായിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കൃത്യമായിട്ടുള്ള ആൾക്കാരെയാണ് വെച്ചിരിക്കുന്നത്, ഓരോ കഥാപാത്രത്തിനും യോജിച്ച ആൾക്കാർ. ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രം എവിടെയോ പോകുന്നുണ്ടാവും, ആൾ എവിടെയോ പോകുന്നുണ്ടാവും, അതുപോലെയൊന്നല്ല. കൃത്യമായിട്ട് ആ കഥാപാത്രങ്ങളെല്ലാം കൊണ്ടെത്തിച്ച് എല്ലാം കൂടിയിട്ട് ഒരു സദ്യ കൊടുക്കാൻ ഷാജി കൈലാസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും പുതിയൊരു പടത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.